നമസ്കാരം. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. വൈകാരിക ബുദ്ധി എന്നത് വളരെ ലോകത്ത് ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഈ ജീവിതത്തെ അല്പം ചന്തമാക്കി മാറ്റണം എന്ന് വിചാരിക്കുന്നവർക്കുള്ള അവരുടെ ഇടയിലുള്ള ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ജീവിതത്തെ ചന്തമാക്കല്ല, ജീവിതത്തെ വലിയൊരു വിജയമാക്കി മാറ്റണം എന്ന് വിചാരിക്കുന്ന മത്സരത്തിന്റെ ഈ ലോകത്ത് നമ്മൾ സാധാരണ ജീവിതത്തിൽ എല്ലാവരും ജീവിക്കുന്ന പോലെ ഞാനും ജീവിക്കണം, ഈ മത്സരത്തിൽ മുൻപിലെത്തണം എന്ന് വിചാരിക്കുന്നവരൊക്കെ തന്നെ EQ എന്നുള്ളത് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ EQവിനെ കുറിച്ച് അറിയാൻ വന്നവരായിരിക്കില്ല, കൂടുതൽ അറിയാൻ വന്നവരായിരിക്കും. കാരണം EQ അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെയൊന്നും ഉണ്ടെന്നും അതിന് പ്രാധാന്യമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും. അല്ലാത്ത ആളുകൾ, ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇവിടെ എത്തുക സാധാരണ അല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷെ ചെറിയ ചില പറയുന്നതിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ പിടികിട്ടാതെ വന്നേക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അവസാനം ചോദിക്കുക. ഓക്കെ. അപ്പൊ നമുക്കറിയാം, ലോകം മത്സരത്തിന്റെ ലോകമാണ്, കച്ചവടത്തിന്റെ ലോകം, മത്സരത്തിന്റെ ലോകം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനാണ്. സ്കൂളിൽ ചേരുമ്പോൾ തന്നെ ഒന്നാമതെത്തണം, ജീവിതത്തിൽ ഒന്നാമതെത്തണം, വലിയതാവണം, വലിയ വീട് വാങ്ങണം, വലിയ കാറ് വാങ്ങണം, വലിയ ഡോക്ടറാകണം എന്നൊക്കെ പറഞ്ഞില്ല. ഒരു കുഞ്ഞിനോട് നമ്മൾ ചോദിക്കുക, നിനക്ക് വലുതാകുമ്പോൾ ആരായി മാറണം എന്നാണ്. വലുതാകുമ്പോൾ ആരായി മാറണം എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു എഞ്ചിനീയർ ആകണം, എനിക്കൊരു കളക്ടർ ആവണം, എനിക്കൊരു ഡോക്ടർ ആകണം. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ ആരാകണം എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു മനുഷ്യനാകണം. ചിലർ പറയണത് എനിക്ക് എൻ്റെ അച്ഛനെ പോലെ നല്ലൊരു മനുഷ്യനാണ്. ചിലർ വേറൊരു റോൾ മോഡലിനെ കാണും, എനിക്ക് മദർ തെരേസയെ പോലെ നല്ല ഒരു വ്യക്തിയായിട്ട് കാണും, അല്ലെങ്കിൽ പങ്കജാക്ഷക്കുറുപ്പിനെ പോലെ, ഗാന്ധിജിയെ പോലെ നല്ലൊരു മനുഷ്യനാകണമെന്ന് പറയുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുമുള്ള ലോകമാണിത്. കുട്ടികൾക്ക് അങ്ങനെയുള്ള തിരിച്ചറിവുമുണ്ട് എന്നുള്ള കാര്യം ഒരു വശത്ത്. എങ്കിലും നമ്മൾ കുട്ടിക്കാലം മുതൽ, നമ്മളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊന്നും 100 വയസ്സിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുള്ളവരില്ല. അപ്പൊ 1924 ശേഷം ജനിച്ചവരെ ഇവിടെ ഉണ്ടാവുകയും അപ്പോഴേക്കും നമ്മുടെ സായിപ്പിന്റെ സ്കൂളുകളെല്ലാം നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു. സ്കൂളിൽ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പഠിച്ച് ബിരുദങ്ങൾ വാങ്ങിച്ച് ജോലി വാങ്ങിച്ച് സമ്പാദ്യം ഉണ്ടാക്കി വാഹനം വാങ്ങിച്ച് വീട് വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് നമ്മൾ വലിയൊരു നിലയിലെത്തണം എന്ന് ഉള്ള ഒരു സിദ്ധാന്തം അവർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ജീവിതത്തെ പൊലിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നത് കൊണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്നല്ല, നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രചോദനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് മത്സരിക്കണം, മത്സരിച്ച് ഒന്നാമതാകണം. അപ്പൊ ഈ മത്സരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? മത്സരിക്കണമെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാല് മാത്സര്യ ബുദ്ധിയാണ്. മാത്സര്യ ബുദ്ധിക്ക് മറ്റൊന്നിനെ വേറിട്ട് നിർത്താനും ഒരു മിനിറ്റ്, മറ്റൊന്നിനെ വേറിട്ട് നിർത്താനും ആ വേറിട്ട് നിർത്തുന്ന ഒന്നിനെ തള്ളിക്കളയാനും അതിനെ തോൽപ്പിക്കാനും അതിന്റെ മുകളിൽ അധിനിവേശം സ്ഥാപിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സാണ്. ഇത് എവിടെ നിന്നാണ് വന്നതെന്നറിയും? നമ്മൾ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു ബ്രേക്ക് ദ ചെയിൻ. അയ്യോ, കൊറോണയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെയിനുകളെല്ലാം ബ്രേക്ക് ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് പഴയൊരു മന്ത്രത്തിന്റെ പുതിയ രൂപമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നുള്ള ഒരു കാര്യം സായിപ്പ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിരുന്നു. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മുറിച്ച് അതിനെ മുഴുവൻ ഒരു വലിയ കഴുക്കോലിലേക്ക് കെട്ടി ലോകം മുഴുവൻ ഭരിച്ചു പോകുന്ന ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ സ്വത്വത്തിൽ നിന്നും വേർപിരിച്ച് നമ്മളെ വേറൊന്നാക്കി നിർത്തുന്ന ഒരു അവസ്ഥ. നമ്മുടെ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ അടിയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണ്, നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളുമായിട്ട് അടിയാണ്. കാരണം നമ്മൾ മത്സരിക്കണം. മത്സരിച്ചാലേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. വിജയിക്കണമെങ്കിൽ നമുക്ക് അവൻ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി അവനോട് മത്സരിക്കാൻ പാകത്തിലുള്ള പ്രത്യേക ബുദ്ധി ഉണ്ടാവും, പ്രത്യേക സവിശേഷത ഉണ്ടാവും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
കൂടുതൽ പാഠങ്ങൾ പഠിക്കാൻ, പഠിച്ച പാഠങ്ങളെ എഴുതി പിടിപ്പിക്കാൻ, അതിലൂടെ ബിരുദങ്ങൾ നേടാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ആർജവമാണ് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നേടിയത്. നമ്മൾ സ്കൂളിൽ പോയപ്പോ, കലാശാലകളിൽ പോയപ്പോ, അതിലും വലിയ പഠനശാലകളിലേക്ക് പോയപ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ വലിയ മാർക്ക് വാങ്ങി, വലിയ ബിരുദങ്ങൾ വാങ്ങി, വലിയ കോട്ടുകൾ ഇട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെയൊക്കെ നമ്മളെ തുണച്ചത് യുക്തിയുടെ സ്വാധീനത്തോടു കൂടി എല്ലാത്തിൽ നിന്നും വേറിട്ട് നമ്മളൊരു തനി വഴി വെട്ടി മുൻപോട്ട് പോകുവാനുള്ള ഒരു സവിശേഷ ബുദ്ധിയാണ്. ഈ ബുദ്ധിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധി എന്താണോ വേണ്ടത് വേണ്ടതിലേക്ക് പോകും. വേണ്ടതിന് ചുറ്റുമുള്ള കാര്യങ്ങളോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന കാര്യങ്ങളോ ഒന്നും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നില്ല. മുമ്പിൽ കാണുന്ന ഒരു കാര്യത്തെ നേരിട്ട് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു എബിലിറ്റിയിലൂടെ കാര്യത്തെ, ഡേറ്റയെ മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്ത് അതിന് വേണ്ടുന്ന ഒരു റീസണിങ് നടത്തി, ലോജിക്കൽ റീസണിങ് നടത്തി അതിനെ വെളിയിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ബുദ്ധിവൈഭവം കൊണ്ടുണ്ടാകുന്നത്. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ വിശകലനം ചെയ്യാനുള്ള ശേഷി നല്ലതാ. ആ വിശകലനം ചെയ്യുന്ന അതിനിടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പശ്ചാത്തലങ്ങൾ, ഇവയൊന്നും നമ്മുടെ വിഷയമാകുന്നില്ല. മുമ്പിലുള്ള ഒരു വ്യക്തി അയാളുടെ ഒരു വിഷമം പറയുകയാണെങ്കിൽ ആ വിഷമത്തിനേക്കാളും കൂടുതൽ അയാളിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ലാഭത്തിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ചും അതിന്റെ വഴികളെക്കുറിച്ചുമായിരിക്കും നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുക. അപ്പൊ ഈ രീതിയിൽ ബുദ്ധിവൈഭവം കൊണ്ട് മറ്റുള്ളവയുമായി മത്സരിച്ച് വിജയം നേടുവാനുള്ള നമ്മുടെ ശേഷി, നമുക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടാനുള്ള ശേഷി, ബോധ്യപ്പെടാന്ന് വെച്ചാൽ ബുദ്ധിയിൽപ്പെടുത്താനുള്ള ശേഷിയാണ് ഇവിടെ. ആ ശേഷിയാണ് നമ്മൾ സാധാരണ രീതിയിൽ IQ അഥവാ ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള ഒരു ഏകകം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതിന് പലതരം ടെസ്റ്റുകൾ, പലതരം സമീപനങ്ങൾ ഒക്കെ ഉണ്ട്, ചില ടൂളുകൾ ഇതുവരെ ഉണ്ട്. അപ്പൊ അത്തരം സമീപനങ്ങൾ വഴി ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ചാൽ, വൈവയിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ, ഉയർന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ പ്രോജക്ട് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചാൽ, ഉയർന്ന രീതിയിലുള്ള വസ്ത്രം നമ്മൾ അണിഞ്ഞാൽ, അതെല്ലാം കൂടെ ചേരുന്ന ഒരു എന്താ പറയാ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് നമ്മളെ മാറ്റുന്നത്, നമ്മൾ പണ്ടറിഞ്ഞിരുന്ന നമ്മളിൽ നിന്ന് നമ്മളെ ഒരു സെലിബ്രിറ്റി ആക്കാനുള്ള ഒരു വഴിയിലേക്ക് പോകുന്ന ഒരു കാര്യം. അതിന് നമ്മുടെ ബുദ്ധി എത്രത്തോളം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നതിന്റെ അളവായിട്ടാണ് IQ പൊതുവിൽ ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ ഈ IQ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനമാണ് ജീവിത വിജയത്തിന് വേണ്ടത് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. IQ എന്നുള്ള പേരിലല്ല, പഠിച്ച് നല്ല മാർക്ക് വാങ്ങും എന്നാണ് നമ്മൾ പഠിപ്പിക്കുക. ഈ മാർക്ക് വാങ്ങിച്ച ആളുകളൊക്കെ തന്നെ ഇപ്പോ ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കും, ഞാനൊരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ സ്കൂളിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഞാൻ ഒന്നാമത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു മോശക്കാരനോ കുഴപ്പക്കാരനോ ഒന്നും ആയി എന്ന് വിചാരിക്കണ്ട. എന്റെ കൂടെ ഇരുന്ന ആ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന ആളുകളെല്ലാം തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അങ്ങനെയുള്ള തലത്തിൽ നിൽക്കുന്നത്. ഇതേ സമയത്ത് മുമ്പിലിരുന്നതെല്ലാം പഠിക്കുന്ന സമയത്ത് പുറകിലിരുന്നിട്ട് ഇതിലൊന്നും പെടാതെ, എന്നാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് പരിഹരിച്ചു തരുന്ന സക്കീർ ഹുസൈനെ പോലെയുള്ള ചില ആളുകൾ ഉണ്ട്. സക്കീർ ഹുസൈൻ ഞങ്ങള് 9-ലോ 8-ലോ മറ്റോ എത്തുന്ന സമയത്ത് അവിടെ തോറ്റിരുന്ന ഒരാളാണ്. അത്യാവശ്യം ചെറിയ കാലത്ത് മുതൽ എന്നെ കച്ചവടമൊക്കെ ചെയ്യാറ്. പക്ഷെ ഞങ്ങളൊക്കെ കണ്ട നല്ലപോലെ ചിരിക്കും. ഞങ്ങളോടൊക്കെ പ്രത്യേക താല്പര്യമാണ്. നമ്മളെന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ ഉടനെ ചെയ്തു തരും. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സക്കീറിനെ ഭയങ്കര ഇഷ്ടം. സക്കീർ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ ഞങ്ങളൊന്നും കണ്ടില്ല. ഞങ്ങളൊക്കെ പല വഴിക്ക് പോയി. കാരണം ഞങ്ങളെല്ലാം പഠനത്തിന്റെ മേഖലയിലായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് അക്കാഡമിയോട് സലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ജോലിക്കാരും ഒക്കെ ആയി. ഈ അടുത്ത കാലത്ത് എൻ്റെ അനിയന്റെ ഭാര്യയുടെ ഒരു അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്കൂൾ മാനേജറെ ചെന്ന് കണ്ടു. പുള്ളിക്ക് 3-4 സ്കൂളുകളുണ്ട്. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ സക്കീറാണ് സ്കൂളിന്റെ മാനേജർ. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള സക്കീർ ഞങ്ങളോടൊക്കെ ചിരിച്ചു വർത്താനം പറയുന്ന, ഞങ്ങൾക്കെല്ലാം തന്നെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിരുന്ന ബാക്ക് ബെഞ്ചർ ആയിട്ടുള്ള സക്കീറാണ് അത്രയേറെ സ്കൂളുകളുടെ മാനേജർ ആയിരിക്കുന്നത്. ഒട്ടേറെ അധ്യാപകർക്ക് ജോലി കൊടുക്കും. എന്നിട്ടോ പുള്ളി വീണ്ടും നാട്ടുകാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടത്തും. നല്ലൊരു കച്ചവടക്കാരനാണ്, പക്ഷെ നല്ലൊരു ഒരു പൊതു ഇടങ്ങളിൽ നല്ല സ്ഥാനമുള്ള ഒരാളായിട്ട്. ഇതൊരു അത്ഭുത കാര്യമല്ല.
ഇത് എല്ലായിടത്തും സംഭവിക്കുന്നത്. നമ്മുടെ കൂടെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന ആളുകളെല്ലാം തന്നെ ഗവൺമെന്റ് ജോലികളിൽ കയറിയിട്ട് ജനങ്ങൾക്ക് നേരിട്ട് റീച്ച് ചെയ്യാൻ പറ്റാത്ത നിലംതൊടാ പച്ചകളായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടുള്ളവരെല്ലാം തന്നെ സാമൂഹ്യ ഇടപെടലുകളുമായിട്ട് സമൂഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിതത്തിന്റെ ചാരുത കൃത്യമായി ബോധ്യപ്പെട്ട് കുറച്ചുപേര് അതിന് ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നുണ്ടാവും. ആ കൂലിപ്പണിക്ക് പോകുന്ന സുധാകരൻ എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കൂലിപ്പണിക്കാണ് പോകുന്നത്, പക്ഷെ എന്റെ അടുത്ത് വന്നിരുന്ന പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാറുണ്ട്. മറ്റു ചിലർ പാട്ടുപാടാനായിട്ട് വരാറുണ്ട്. അപ്പോ ഈ ഐക്യുവിൽ പുറകിലാണ് എന്ന് സ്കൂളും പരീക്ഷകളും വിധി എഴുതിയ ആളുകളൊക്കെ തന്നെ ജീവിതത്തിൽ രസകരമായ വിജയകരമായ അവസ്ഥകളിലേക്ക് എത്തുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പാലക്കാട് എന്ന് പറയുന്നത് വളരെ പിന്നാക്ക പ്രദേശമായതുകൊണ്ട് അതിൽ കുറച്ചു പേർ വളരെ സാധാരണക്കാരായി ജീവിച്ചു പോകുന്നു. പക്ഷെ അവർ സന്തോഷിക്കുന്നു, അവർക്ക് ടെൻഷനുകളില്ല, അവർ ജീവിതത്തെ അവർ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോകുന്നു. ഈ ഒരു തരുണത്തിൽ എന്താണ് അവരിൽ മുന്നിട്ട് നിൽക്കുന്നത് ഒരു നിരീക്ഷണം നടത്താൻ എനിക്ക് ഒരുപാട് കാലം അവസരം കിട്ടി. അതിനെക്കുറിച്ച് ആവശ്യത്തിന് പഠനം നടത്താനുള്ള അവസരങ്ങൾ കിട്ടി. പിന്നീട് എപ്പോഴോ ആണ് ഞാൻ അറിഞ്ഞത് അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണെന്നും അതിന് ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള അളവുകോലിട്ട് അളക്കുമെന്നും ഒക്കെ. അപ്പൊ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഞങ്ങൾ 1994 മുതൽ കമ്മ്യൂണിനകത്ത് വന്ന സമയത്ത് ഇവിടെ സാമൂഹ്യ പ്രവർത്തനത്തിന് വന്നിരുന്ന ആളുകൾക്ക് അവരുടെ ഡെവലപ്മെന്റിന് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ പിന്നീട് ചിലരെ പറയുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചല്ലേ പറയുന്നത് പറയുമ്പോൾ നമ്മൾ ആ പേരെടുക്കും. നിങ്ങൾ അതിനെക്കുറിച്ചല്ലേ പറയുന്നത് ആ പേരും എടുക്കും. ഈ പേരുകൾ ഇട്ട് നാട്ടുകാർക്ക് പരിചയപ്പെടുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. പക്ഷെ ഈ അനുഭവങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല. അതുകൊണ്ട് നല്ല ബോധ്യമുണ്ട് എന്താണ് സംഭവം. പലപ്പോഴും വികാരങ്ങൾ എത്ര ബുദ്ധിയുള്ളവനെയും കുഴക്കാറുണ്ട്. ഒരുപാട് ജീവിത പരിചയം നേടിയ അല്ലെ ജീവിത വിജയം നേടുക എന്ന് വെച്ചാൽ ഒരുപാട് പരീക്ഷകളിലൊക്കെ മാർക്ക് വാങ്ങിച്ച് വിജയിച്ചു വന്ന വലിയ ആളുകൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിൽ, ദാമ്പത്യത്തിന്, അതല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, അതല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെ അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ, സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഉലച്ചിലുകൾ വരുന്നത് കാണാറുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയ ഉലച്ചിലുകൾ വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഇത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, എന്റെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും ആ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായത് വെച്ചാൽ നമുക്ക് ഈ വികാരങ്ങൾ വരുന്നു എന്ന് പോലും അറിയില്ല. നമ്മൾ ഈ ഇവിടെ നമ്മുടെ പരിശീലനത്തിൽ നമ്മൾ ചോദിക്കുന്ന ഇതിൽ ഇപ്രാവശ്യത്തിൽ ഉണ്ടോന്ന് അറിയില്ല, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് കോപം വരാറുണ്ടോ എന്ന്. നിങ്ങൾക്ക് കോപം വരാറുണ്ട്? ഇവിടെ ഇരിക്കുന്നവർക്ക് കോപം വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒരു യെസ് എന്ന് ടൈപ്പ് ചെയ്തിടാം. കോപം വരാറുള്ളവര് ഒരു ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ, അതിനും കൂടെ ഉത്തരം എഴുതണം. എന്താണ്? 1-2 പേർക്കേ വരാറുള്ളൂ എന്ന്, ബാക്കിയുള്ളവരൊക്കെ വളരെ ശാന്തപ്രകൃതരാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്, കോപം വരുന്നത് അറിയാറുണ്ടോ? നിങ്ങൾക്ക് കോപം വരും, സ്വാഭാവികം. നിങ്ങൾക്ക് കോപം വരുമ്പോൾ വന്നു കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടല്ല കേട്ടോ, കോപം വരുമ്പോൾ കോപം വരുന്നു എന്നറിയാറുണ്ട്. ഇപ്പോ ഇവിടെ പലരും യെസ് എന്നാണ് എഴുതി കാണുന്നതെന്ന് തോന്നുന്നു. അതിനും കൂടെ ഉത്തരം എഴുതൂ. ഓക്കെ, അപ്പോ കോപം വരുന്നു എന്ന് അറിയാറുണ്ട്. നിങ്ങൾ പൊതുസമൂഹത്തിൽ പോയി നോക്കൂ, പൊതുസമൂഹത്തിലുള്ള ആളുകളോട് അന്വേഷിച്ചു നോക്കൂ. പലപ്പോഴും പലർക്കും കോപം വരുന്ന കാര്യം അറിയാറില്ല. കോപം എന്ന് വെച്ചാൽ വലിയ കോപം വരുമ്പോ നമ്മൾ അറിയും. ചിലപ്പോ ചെറിയ കോപങ്ങൾ വരുമ്പോ, ചെറിയ ഈർഷ്യകൾ വരുമ്പോ നമുക്ക് അറിയില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ നമ്മൾ അറിയാറില്ല. ഇറിറ്റേറ്റഡ് ആണ് എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാറില്ല. ഈ അതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ, ചെറിയ ഇമോഷൻസ് നമ്മുടെ വഴിയെ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ, ഡിഫ്ലക്ട് ചെയ്യാൻ അതിനെ ഒന്ന് അനക്കി വിടുമ്പോൾ നമ്മൾ അറിയില്ല അതെന്താ സംഭവം. കാരണം
വികാരങ്ങൾ നമ്മിൽ ഉദിക്കുന്നു എന്നുള്ളത് ഉദിക്കുന്ന സമയത്ത് നമ്മൾ അറിയാറില്ല. ചിലർക്ക് ഉദിച്ച് അത് ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറങ്ങി പോയാൽ പോലും അറിയാറില്ല. ഇനി ചിലർക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാവില്ല. എന്നുവെച്ചാൽ ഒരു വികാരം ഉണ്ടാകുന്നു എന്ന് മനസ്സിലായ പോലും എന്ത് വികാരമാണെന്നൊന്നും പോലും മനസ്സിലാവില്ല. നമ്മിൽ വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉണ്ടാകുമല്ലോ, വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വികാരം വന്നുവെന്നും അത് ഇന്ന വികാരമാണെന്നും തിരിച്ചറിയാനുള്ള ബോധ്യം, അറിവ്, പരിചയം, ശ്രദ്ധ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ വൈകാരിക സാക്ഷരത അഥവാ ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഒരു വികാരം നമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ. അത് തിരിച്ചറിയാന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അതിന്റെ രൂപം, അതിന്റെ പേര്, അതിന്റെ സ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ വൈകാരികമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയെ നമ്മൾ തിരിച്ചറിയുന്നതിനെയാണ് വൈകാരിക സാക്ഷരത എന്ന് പറയുന്നത്. ഈ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ശരിക്കും ഈ വികാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് അത് കേട്ടിട്ടുള്ള പലരും ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. വികാരം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മുന്നിൽ ഒരു കാര്യം വരുന്നു. നമ്മുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തൊലിക്ക് മുമ്പിലുമാകാം, തൊലിക്ക് പിമ്പിലുമാകാം കേട്ടോ, അകത്തും അകപ്പുറത്തുമാണ്. അപ്പോൾ അകത്തോ പുറത്തോ വരുന്നത് നമുക്ക് പുറത്തു അല്ലെങ്കിൽ അകത്ത് നമ്മുടെ മുന്നിൽ അഭിമുഖമായി വരുന്ന ഒരു സാഹചര്യത്തോട് ശരീരം പ്രതികരിക്കും. മുമ്പിൽ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എഴുന്നേറ്റ് മാറും. നമ്മുടെ മുന്നിൽ നമുക്ക് ഉചിതമല്ലാത്തൊരു സംഭവം വന്നാൽ നമ്മൾ ഉടനെ പ്രതികരിക്കാൻ വരും. എന്താണ് ആ ഒരുക്കം എന്ന് പറയുന്നത്? നമ്മുടെ മുന്നിൽ തീ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പുറകോട്ട് പോകും. നമ്മുടെ മുന്നിലേക്ക് ഒരു കല്ല് പറന്നു വരികയാണെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ റിഫ്ലക്സ് വർക്ക് ചെയ്യും, അല്ലെ? അപ്പൊ മുന്നിൽ ഒരു അവസ്ഥയുണ്ടാവും. ആ അവസ്ഥയോട് അഭിമുഖമാകുവാൻ, അതിനെ കൈകാര്യം ചെയ്യുവാൻ പാകത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥയാണ്, ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. ആ വികാരം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ബയോകെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം അതിനനുസരിച്ച് രൂപപ്പെടും. ഒരുപാട് ഗ്ലാൻസസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവയെല്ലാം തന്നെ പലതരം ഹോർമോണുകളെല്ലാം ഉൽപ്പാദിപ്പിച്ച് ഒരു പ്രത്യേക രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്താണെങ്കിലും ആ സാഹചര്യത്തെ നേരിടാൻ പാകത്തിലുള്ള ഒരു കാലാവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് വികാരം. അങ്ങനെ ഒന്ന് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായി എന്നും അത് ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്നുമുള്ള തിരിച്ചറിവുള്ളവൻ, അത് തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവില്ല. അയാളുടെ കയ്യിൽ നിന്നും ആ സാഹചര്യങ്ങൾക്ക് പിടിവിട്ടു പോകില്ല. അപ്പോ പിടിവിട്ടു പോകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കേട്ടോ. പിടിവിട്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു വികാരം പലതവണ ഉണ്ടായി, ആ വികാരങ്ങൾ വരുമ്പോൾ ഇതാ വരുന്നു എന്നറിഞ്ഞ്, ഇതൊക്കെയാണ് വികാരങ്ങളുടെ പശ്ചാത്തലം എന്നറിഞ്ഞ്, വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന എന്താ പറയാ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള വികാരം എന്താണ്, അതിനെ ഉദ്ദീപിപ്പിച്ച കാര്യം എന്താണ്, അതിനെ ട്രിഗർ ചെയ്ത കാര്യം എന്താണ്, ആ വികാരങ്ങളുടെ ശക്തികളും ബലഹീനതകളും എന്തൊക്കെയാണ്, ഈ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, ഈ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ആ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, ഈ പെരുമാറ്റവും ചിന്തയൊക്കെ കൂടെ വരുന്ന സമയത്ത് ഇതിനെ മോഡിഫൈ ചെയ്ത് ഞാൻ എങ്ങനെയാണ് ഒതുക്കി നിർത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ മുന്നിലേക്ക് ഇതെല്ലാം വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ, അതിനെ നമ്മൾ തിരിച്ചറിയുന്ന, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന, അതിനെ രേഖപ്പെടുത്തി വെക്കുന്ന ആ ഒരു അറിവിനെയാണ്, അതിന്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ആർജവത്തെയാണ്, ശേഷിയാണ് നമ്മൾ വൈകാരിക സാക്ഷരത എന്ന് പറയുന്നതെങ്കിൽ, ഈ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അക്ഷോഭ്യമായി നിന്ന് എന്ത് വികാരമുണ്ടായാലും അതിനോട് വലുതായിട്ട് പ്രതികരിക്കാതെ, അത് ചുറ്റുപാടിലേക്ക് വലിയ തിരയിളക്കങ്ങൾ ഉണ്ടാക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ നിന്ന് ചിരിച്ചും സംയമനം പാലിച്ചും ഒക്കെ നിൽക്കാനുള്ള ആ ഒരു ശേഷി, നിൽക്കാനുള്ള ശേഷിയാണ് നമ്മൾ വൈകാരിക പക്വത എന്ന് പറയുന്നത്. വൈകാരിക പക്വത. ഇപ്പൊ നമ്മള് ചെറിയ കാലത്ത് കുഞ്ഞുങ്ങള്, ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണമാണ്, ചെറിയ കാലത്ത് കുഞ്ഞുങ്ങള്
നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അമ്പിളിയമ്മാവനെ കണ്ടിട്ട് എനിക്കിപ്പോ അമ്പിളിയമ്മാവനെ വേണമെന്ന് പറഞ്ഞ് കരയും. അപ്പോൾ അമ്മ ചോറ് മുട്ടിത്തരാനായിട്ട് അമ്പിളിയമ്മാവനെ കാണിച്ചുകൊണ്ടായിരിക്കും നമ്മളെ ഫീഡ് ചെയ്യുന്നതെങ്കിൽ അതിന് അമ്പിളിയമ്മാവന് കൈ വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് കയ്യിൽ നിന്ന് പോയി. അപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് കാണിച്ച് നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മളെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകും. നമുക്ക് ഓർമ്മ വന്നാൽ വീണ്ടും നമുക്കത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ കരയും. കുറച്ച് നാളിങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? അത് ഞാൻ എത്ര കരഞ്ഞാലും കൈ കിട്ടാൻ പോകുന്നില്ല. ഞാൻ കരഞ്ഞാൽ അമ്മ വേണമെങ്കിൽ ചോറ് തരും, അല്ലെങ്കിൽ പാല് തരും, അതല്ലാതെ അമ്പിളിയമ്മാവൻ എന്റെ കൈ കിട്ടില്ല എന്നുള്ളത്. ഇത് ബോധ്യപ്പെടുന്നതോടുകൂടി നമ്മളുടെ ആ കൈകാര്യം ചെയ്യലൊരു മാറ്റം വരും. അപ്പോ എന്നിൽ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സാധ്യമായ വികാരമാണോ, പ്രാബല്യത്തുള്ള വികാരമാണോ, സാധൂകരിക്കാവുന്ന വികാരമാണോ, ശരിയായ വികാരമാണോ എന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് നമ്മൾ വൈകാരിക പക്വതയിലേക്ക് എത്തുന്നത്. ഈ വൈകാരിക പക്വത എന്നുള്ളത് നമ്മൾ പുറം ലോകത്ത് പോകാൻ ഒരുങ്ങുന്നതോടുകൂടി, ഇപ്പൊ നമ്മൾ വീട്ടില് തുണിയില്ലാതെ നടക്കും, നിലത്ത് കിടന്ന് കരയും, ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ സ്കൂളിലേക്ക് വിടുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും തുണിയില്ലാതെ വെളിയിൽ പോകാൻ പാടില്ല, പബ്ലിക്കായിട്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ സംസ്കാരം പഠിക്കും. സംസ്കാരം പഠിക്കുന്നതോടുകൂടി നമ്മൾ ഇതെല്ലാമായിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന അവസ്ഥ വരെ നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ പെരുമാറാൻ പഠിക്കും. സ്കൂളിൽ പോയി തിരിച്ചു വന്ന് തുണി അടിക്കേണ്ട അവസ്ഥ നമ്മൾ വീണ്ടും പഴയപടിയും. കാരണം ഇവിടെ നമുക്ക് മറയില്ല, അപ്പുറത്ത് മറയുണ്ട്. നമ്മൾ കുറച്ച് വലുതാകുന്നതോടുകൂടി പിന്നെ ഈ പ്രൈവസി എന്നുള്ളത് നമ്മുടെ ബാത്റൂമിലേക്ക് മാത്രമായിട്ട് മാറ്റും. നമ്മൾ ബാക്കിയുള്ള പെരുമാറ്റമെല്ലാം പുറത്തേക്ക് വെക്കും. അപ്പോൾ ഏറ്റവും മാന്യമായ രീതിയിൽ നമ്മൾ ബാത്റൂമിൽ പെരുമാറുന്ന രീതിയിലല്ലല്ലോ കിടപ്പുമുറിയിൽ പെരുമാറുക. കിടപ്പുമുറിയിൽ പെരുമാറുന്നത് പോലെ അല്ലല്ലോ നമ്മൾ വീട്ടിന്റെ മറ്റു സ്ഥലങ്ങളിൽ പെരുമാറുക. അതുപോലെയല്ല വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പെരുമാറുക. അതുപോലെയും അല്ല നമ്മൾ മറ്റേ ഗേറ്റിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ. ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങുന്നത് പോലെയല്ല നമ്മുടെ നാട് വിട്ടിട്ട് നമ്മുടെ സ്ഥലത്തുനിന്നും പോകുമ്പോൾ നമ്മളപ്പോഴേക്കും കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും, നമ്മുടെ ഭാഷയിൽ മാറ്റം വരും, അല്ലെ? അപ്പോ ഇത് പക്വപ്പെടുന്നതിന്റെ തലങ്ങളാണ്, വിവിധ തലങ്ങളിലായിട്ട് പക്വപ്പെടുന്നതിന്റെ തലങ്ങളാണ്. ഇങ്ങനെ വിവിധ തലത്തില് പക്വപ്പെടാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ പക്വപ്പെടാനുള്ള ശേഷി ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് വികാരങ്ങളെ പരിചയമുണ്ടാവുകയും ഈ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വികാരങ്ങളെ പരിചയമുണ്ടാവുകയും ആ പരിചയത്തിലൂടെ നമ്മൾ വികാരങ്ങളെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലേക്ക് കൈകാര്യം ചെയ്യാൻ പാകമാവുകയും ചെയ്യും. ആ പാകമാകലിന്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ നമുക്കൊരു വികാരം ഉണ്ടാകുന്നതിന് കാരണമാണ് ആരെങ്കിലും നമ്മൾ അഡ്വൈസ് ചെയ്താൽ മതി, നമുക്ക് ഉടനെ തന്നെ നമ്മുടെ കൺട്രോൾ പോകും. ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്താൽ മതി, അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോകും. ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ പോകും. അപ്പോ ആര് എന്ത് പറഞ്ഞാലും അതുകൊണ്ട് നമ്മൾ അക്ഷോഭ്യമായിട്ട് നിൽക്കാനുള്ള ഒരു പാഠമാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുക. ആ അക്ഷോഭ്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ ഒരു വിമർശനം വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വഴി. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഊർജം ഉണ്ടായി, ഇപ്പോ എല്ലാവരിലും ഉണ്ടാവുന്ന ഒരു വികാരമാണ്, പ്രത്യേകിച്ച് യൗവനത്തിൽ ഉണ്ടാവുന്ന ഒരു വികാരമാണ് ലസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് തൃപ്തികരമായ ഒരു ഇണയെ അപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാവും. ഈ ലൈംഗിക ഉത്തേജനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം അനുസരിച്ച് ഒട്ടും പ്രകടിപ്പിക്കാൻ കഴിയും. നമ്മൾ അതിനെ ഉള്ളിലേക്ക് ഒതുക്കും. അപ്പോ വിമർശനം വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ വികാരത്തള്ളൽ എന്താണോ അതുപോലെ തന്നെ ലെസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വല്ലാതെ അതിനെ ഉള്ളിലേക്ക് ഒതുക്കി നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകും. ഉള്ളിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഇത് പ്രകടിപ്പിക്കില്ല. ഉള്ളിലെ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ നിൽക്കുമ്പോഴത്തെ അവസ്ഥയായിരിക്കും, പക്ഷെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തെ അവസ്ഥയിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യും. ഇത് വൈകാരിക പക്വതയുടെ ലക്ഷണം. നമുക്കറിയാം മുമ്പിൽ നമ്മൾ വികാരങ്ങളൊന്നും കാണിക്കുന്നില്ല, നമ്മൾ ക്ഷോഭ്യമായിട്ട് നിൽക്കുന്നു, പക്ഷെ ഉള്ളിൽ ടർബുലൻസ് ആണ്. കാരണം വികാരത്തെ നമ്മൾ മനസ്സിലാക്കി, അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടായിട്ട് നിൽക്കും. നമ്മുടെ ഇപ്പൊ ചില ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ നമ്മളോട് പരാതി പറഞ്ഞു. ഈ പരാതി പറച്ചിൽ എന്ന് പറയുന്നത്, പരാതി പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമോ? ഇല്ല. അവരതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പരാതി പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ പരാതി പറയാന്നുള്ളത് അവരുടെ വൈകാരിക പക്വത കുറവാണ്. പക്ഷെ നമ്മൾക്ക് പരാതി പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് പരാതി പറയുന്നത്, ആ പരാതിയെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത എന്ന് പറയുന്നത്, ആ പരാതി കേൾക്കുമ്പോഴോ പരാതി പറയാൻ തോന്നുമ്പോഴോ ഒക്കെ പരാതി പറയാതെ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു വൈകാരിക പക്വതയുടെ ലക്ഷണമാണ്. നമ്മുടെയോ മറ്റുള്ളവരുടെ പ്രതീക്ഷകളെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ആ വൈകാരിക പക്വതയുടെ ലക്ഷണമാണ്. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക്
ഇപ്പൊ ഞാനൊന്ന് പ്രതീക്ഷിക്കുന്നു, വലുതായിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു കുറെ പണം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒരാൾ കയറി വരുന്ന സമയത്ത് അയാൾ എനിക്ക് ചിലത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു, അയാൾ തരുന്നില്ല. തരാതെയാകുമ്പോൾ ഞാൻ അയാളോട് എന്താണ് കാണിക്കേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും കാണിക്കാതെ, ഞാൻ ഒന്നും പ്രകടിപ്പിക്കാതെ നിൽക്കുന്നൊരവസ്ഥ. ഇത് വൈകാരിക പക്വതയുടെ ലക്ഷണമാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അനക്കങ്ങൾ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ കഴിയുക? തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ വികാരത്തോടു കൂടി എടുത്ത ആ തീരുമാനം ശരിയാകണമെന്നില്ല. വികാരങ്ങളുടെ സ്വാധീനമില്ലാതെ തീരുമാനം എടുക്കുമ്പോൾ വലിയ അനക്കമൊന്നും ഇല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കും. നമുക്ക് ഭയങ്കര പ്രഷർ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, പ്രഷർ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, ഇതിനെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ വൈകാരിക പക്വതയുടെ ഭാഗമാണ്. എന്നാൽ ഈ വൈകാരിക പക്വത കൊണ്ട് നമ്മൾ ഉള്ളിൽ ഒതുക്കുമ്പോൾ, പലരും ഉണ്ടല്ലോ വെളിയിൽ പോകുന്ന സമയത്ത്, വീടിന്റെ വെളിയിൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മാന്യമായി പെരുമാറും. ജോലിക്ക് പോകുന്നിടത്തില് മുതലാളി നമ്മളോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ആ ചൂട് മുഴുവൻ കേട്ടിട്ട് തിരിച്ചും പക്വമായിട്ടും വീട്ടിലേക്ക് വരും. എന്നിട്ട് അപ്പ കിട്ടിയ ആ ആഘാതം മുഴുവൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയോടും മക്കളോടും തരും. അപ്പൊ ഇത് അവിടെ നിന്ന് കിട്ടുന്ന ആ സംഭവത്തെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അത് വീട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇറക്കേണ്ടി വരുന്നത്. നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഏത് ആഘാതമാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് പരിപക്വപ്പെടാനുള്ള പ്രാവീണ്യം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇത് ഡിസോൾവ് ആയി പോയിട്ടുണ്ടാവും. വീട്ടിൽ വന്നിട്ട് ഇത് ഇറക്കേണ്ടി വരില്ല. പക്ഷെ പലപ്പോഴും വീട്ടിൽ വന്നിട്ട് ഇത് ഇറക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട, നമുക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വേറെ എവിടെ നിന്നൊക്കെ ഉണ്ടായ സമയത്ത് ആ സാധനത്തെ അവിടെ വെച്ചതിന് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ പോയത് കൊണ്ട്. വികാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന വികാരങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് വലിയ കുലുക്കങ്ങളില്ലാതെ പെരുമാറുകയും മാത്രമല്ല, ആ വികാരത്തെ രസകരമായി ശുഭകരമായ രീതിയിൽ തിരിച്ചുവിടാൻ ചില പഠനങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ചില പാഠങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ചില തിരിച്ചറിവുകൾ ഉണ്ടെങ്കിൽ, വികാരങ്ങളുടെ സമയത്ത് നമുക്ക് ഊർജം ഉണ്ടാവുമല്ലോ, ആ ഊർജത്തെ ശുഭകരമായ രീതി തിരിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് വലിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റും, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വേണ്ടുന്ന ഇടത്ത് ഇപ്പൊ ഒരാൾ തെറി വിളിച്ചാൽ പോലും ആ തെറി വിളിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ തിരിച്ചു വെച്ച് വഴിതിരിച്ച് അതിനെ ശുഭകരമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള നയതന്ത്രജ്ഞത എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, പ്രാവീണ്യം നേടി എടുക്കേണ്ട കാര്യമാണ്. എങ്കിലും നയതന്ത്രപരമായി നമ്മുടെ വികാരത്തെ കൈകാര്യം ചെയ്ത് അതിന്റെ ഊർജത്തെയും അതിന്റെ ഗതിയെയും അതിന്റെ ശക്തിയെയും എല്ലാം ഒരു ശുഭകരമായ ദിശയിലേക്ക് തിരിക്കാനുള്ള പ്രാവീണ്യം, ആ പ്രാവീണ്യത്തെയാണ് നമ്മൾ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ വൈകാരിക പക്വത കഴിഞ്ഞ് വൈകാരിക സാക്ഷരത കഴിഞ്ഞ് വൈകാരിക പക്വത കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ വൈകാരിക ബുദ്ധിയിലേക്ക് എത്തുന്നത്. ഈ വൈകാരിക ബുദ്ധി കൈകാര്യം ചെയ്യേണ്ട, വൈകാരിക ബുദ്ധി നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പല വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അതിനെ കൈകാര്യം ചെയ്യുകയും വേണം. അങ്ങനെ പല വികാരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ വരുമ്പോൾ അതിനെ ശുഭകരമായ ദിശയിൽ തിരിക്കാനും ഒക്കെ കഴിയും, അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും, അതിനെ പരിവർത്തിപ്പിക്കാൻ കഴിയും. ഒരു വികാരം ഉണ്ടാകുമ്പോൾ ആ വികാരത്തെ നമുക്ക് വേണ്ടുന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയും. എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം കണ്ടു, എനിക്ക് തൃപ്തമാകാത്ത രീതിയിൽ ഒരു കാര്യമാണ് മുമ്പിൽ വന്നത്. അപ്പോ എന്റെ ഉള്ളിൽ ഒരു തിരയണക്കം ഉണ്ടാകുന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം, അത് ആ ഒരു ക്രിയേഷനെ ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാം, ഞാൻ അവരുടെ കൂടെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാം. എന്റെ എനർജിയെ തിരിച്ച് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു പുതിയ സർഗാത്മകമായ ഒരു നിർമ്മാണം അവിടെ ഉണ്ടാക്കിയെടുക്കും. ഇത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ ആക്കി മാറ്റാനുള്ള നമ്മുടെ സജ്ജതയാണ്, നമ്മുടെ ശേഷിയാണ്, നമ്മുടെ ആർജവമാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ വൈകാരിക ബുദ്ധിയെ കുറെ നാള് തിരിച്ചും മറിച്ചും ഉപയോഗിച്ച് കൊണ്ടുവന്നാൽ, ആ നയതന്ത്രപരമായി കാര്യങ്ങളെ ഇടപെട്ട് അതിനെ തിരിക്കാനും മറിക്കാനും നമ്മൾ കൈകാര്യം ചെയ്താൽ, ഇത് അമ്മമാര് സ്ഥിരമായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ പ്രയോഗിക്കുന്നതാണ്. കുട്ടികൾ പലതും പറയും, നമുക്ക് അതിനെ അങ്ങനെ നടത്താൻ കഴിയില്ല, നമുക്കറിയാം. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ തിരിച്ചു വെച്ച് അതിനെ ശുഭകരമായ ദിശയിൽ തിരിച്ചു വെക്കാൻ അമ്മമാര് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് വളരുന്നതോടുകൂടി അമ്മ ഇത് വിടുണ്ടോ, അമ്മയെ തൽക്കാലം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്തു,
ഇനി നമുക്കത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വിടും. അത് ജീവിതത്തിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിനെ ശുഭകരമായ ദിശയിലേക്ക് നമുക്ക് പലപ്പോഴും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ സ്ഥിരമായി കൊണ്ടുപോകുന്ന ഒരാൾ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്, അയാൾ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുക, അയാൾ വളരെ സന്തോഷവാനായിരിക്കും, അയാൾ ഏത് സാഹചര്യത്തിലും അയാൾ അതിജീവിക്കാൻ റെസിലിയൻസ് ഉള്ളത്, പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ശേഷി അയാൾക്ക് കൂടുതലായിരിക്കും. ഇങ്ങനെ നിരന്തരമായി ഒരു പ്രാക്ടീസിലൂടെ പോയി കഴിഞ്ഞാൽ ആ പ്രാക്ടീസിൽ കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ വികാരങ്ങളെല്ലാം തന്നെ സുന്ദരങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നു. ഒരു കോപം വന്നാൽ പോലും, ഒരാളുടെ സാഹചര്യം ഉണ്ടായി ഒരു കോപം വന്നാൽ പോലും ആ കോപം പോലും സുന്ദരമായ ഒരു അവസ്ഥയായിട്ട് മാറും. ഇതാണ് വൈകാരിക സൗന്ദര്യം എന്ന് പറയുന്ന അവസ്ഥ. അപ്പോ വികാരങ്ങൾ ഉണ്ടാകാത്ത ആരുമില്ല. വികാരങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വികാരങ്ങളെ അറിയുകയും ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം. അതിനനുസരിച്ച് പാകപ്പെടുക എന്ന കാര്യം അതിലും വലിയ കാര്യം. അതിനെ ശുഭകരമായ ദിശയിലേക്ക് തിരിക്കുക എന്നുള്ള ആ ഒരു ശേഷിയാണ് വൈകാരിക ബുദ്ധി. അതിനെ അളക്കാനുള്ള മാനകം ആണ്, അത് ക്വസ്റ്റ്യനേഴ്സ് വഴിയൊക്കെ ഉണ്ടാവുന്ന മാനകമാണ് ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെങ്കിൽ വൈകാരിക മാനകം എന്ന് പറയുന്നത്. വൈകാരിക മാനം എന്ന് പറയുന്നത് ഇമോഷണൽ കോഷ്യന്റ്. അതെ, ഓക്കെ, ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോ വൈകാരിക മാനം എന്ന് പറയുന്നത് ഈ വൈകാരിക മാനത്തിന്റെയും അപ്പുറത്ത് ഉള്ള ഒരു നിലയാണ്, വളരെ സാത്വികമായ ഒരു നിലയാണ്. സാത്വികം എന്ന് വെച്ചാൽ ഇപ്പം ഒരാള് നമ്മുടെ മുന്നിൽ വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ വന്നു നിൽക്കുന്ന സമയത്ത് അയാളുടെ മുന്നിൽ അയാളെ നോക്കി ചിരിക്കും, ഉള്ളിൽ പല്ലെറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയല്ല വൈകാരിക സൗന്ദര്യം എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഒരു കുഞ്ഞ് ഒരു സാധനം ഇട്ട് പൊട്ടിച്ചു, എന്റെ കുഞ്ഞ് മറ്റേ കാലിൽ കൊള്ളരുതിട്ടോ, ആ കുപ്പി കാലിൽ കൊള്ളരുതിട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തില്ലേ? കുഞ്ഞിനോട് നമുക്ക് ദേഷ്യം വരുമോ? ഇല്ല, നമ്മൾ കുഞ്ഞിന് വിവരം ഇല്ലാത്തത് കൊണ്ട് ചെയ്തതാണ്. ഈ രീതിയിൽ എല്ലാത്തിനെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ലാളിത്യം, ഒരു സുഗമമായ ഒരു അവസ്ഥയുണ്ട്, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ. എന്ത് ഇമോഷനുള്ള സാഹചര്യം വരുമ്പോഴും വികാരങ്ങൾ നമ്മളെ ശല്യം ചെയ്യുകയല്ല, അതിന്റെ സാധുതയും കാര്യങ്ങളെയും മനസ്സിലാക്കി അതിനെ രസകരമായ രീതിയിൽ കൊണ്ടുപോകുവാനുള്ള വൈകാരിക ബുദ്ധി നേടിയതിന്റെ ലാഘവത്വം, അതിന്റെ ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയും. ഇതിനാണ് വൈകാരിക സൗന്ദര്യം. അപ്പോ IQ എന്ന് പറയുന്ന ജീവിത വിജയം നേടാനുള്ള ആ ഒരു ടൂൾ ഉള്ളവരുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് യുക്തി കൂടുതലായിരിക്കും. യുക്തി കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് താളം കുറവായിരിക്കും. ക്രമിതമായിട്ട് കാര്യങ്ങളെ ബോധ്യപ്പെടാനുള്ള ക്രമം എന്ന് വെച്ചാൽ അവർക്കൊരു ക്രമമുണ്ട്, ആ ക്രമത്തിലേ പോകുള്ളൂ. അതിനപ്പുറത്ത് പ്രകൃതിയുടെ ഒരു ക്രമത്തെ, സൊസൈറ്റിയുടെ ഒരു ക്രമത്തെ, ചുറ്റുപാടിന്റെ ക്രമത്തെ, പരിസരത്തിന്റെ ക്രമത്തെ മനസ്സിലാക്കാനുള്ള ശേഷി അവർക്കുണ്ട്. ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുന്നവർക്ക് കാര്യങ്ങളെ ബോധം കൊണ്ട് ബോധ്യപ്പെടാനുള്ള ശേഷി ഉണ്ടാകും. അപ്പോ ആ ശേഷി ആർജിക്കലാണ് നമ്മൾ EQ വഴി, ഇമോഷണൽ കോഷ്യന്റ് വഴി ഉണ്ടാക്കുന്നത്. വൈകാരിക സൗന്ദര്യം നിറഞ്ഞ ആ ശേഷി ആർജിച്ചു നിൽക്കുന്ന അതിന്റെ പരിപക്വമായ സുന്ദരമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സുന്ദരമായിട്ട് തന്നെ ജീവിതത്തെ മുമ്പോട്ട് പോകും. അവിടെ താളാത്മകത നല്ലത്, ക്രമമുണ്ടാവും. താളാത്മകമായി പോകുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ചുറ്റുപാടുമായിട്ട് പരിസരവുമായിട്ട് ഇടപെട്ടു പോകുവാനുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും. നമുക്ക് ചുറ്റുപാടിൽ നിന്നും വരുന്ന ഏത് കാര്യമാണെങ്കിലും അതിനെ ശുഭീകരിച്ച് കൊണ്ടുപോകാൻ, ഇംപ്രവൈസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ എത്തുന്ന ഒരവസ്ഥയാണ് വൈകാരിക സൗന്ദര്യം. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ പറയുന്ന വിഷയം. ഏത് നമ്മൾ അവതരിപ്പിക്കുന്ന സബ്ജക്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. അതാണ് രസം. നമ്മുടെ ടൈറ്റിൽ അതാണ്, വൈകാരിക സൗന്ദര്യം. പക്ഷെ നമ്മൾ ഇവിടെ പറയേണ്ടുന്ന വിഷയം അതല്ല. ഇതെങ്ങനെ നേടാമെന്നുള്ളത്. വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ വികാരത്തെ ശ്രദ്ധിക്കുക എന്നൊരു കാര്യം പറഞ്ഞല്ലോ. വികാരത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയിലേക്ക് എടുക്കാൻ മതി. പക്ഷെ വികാരങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ദേ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എവിടെയാണ് നമ്മുടെ ബോധം കൂടെ നിൽക്കുന്നത്. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വലത്തോട്ട് തിരിക്കുന്നു ഡ്രൈവിംഗ് മാസ്റ്റർ പറഞ്ഞു തിരിച്ചു, ഇടത്തോട്ട് തിരിക്കുന്നു പറഞ്ഞു, ബ്രേക്ക് ചവിട്ടെന്ന് പറഞ്ഞു, ക്ലച്ച് ചവിട്ടെന്ന് പറഞ്ഞു, ആക്സിലേറ്റർ ചവിട്ടെന്ന് പറഞ്ഞു, ഗിയർ മാറ്റുന്നു. ഈ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ഈ സാധനത്തെ കൺസീവ് ചെയ്യുന്നത്. നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായാലും നമുക്ക് ഓടിക്കാൻ കഴിയും. ഓടിക്കണമെങ്കിൽ ഓടിച്ച് പാകപ്പെടുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് ബുദ്ധിയിൽ നിന്നങ്ങ് പോകും. ബുദ്ധിയുടെ ശ്രദ്ധയിൽ നിന്ന് പോയിട്ട് ബോധത്തിന്റെ ശ്രദ്ധയിലേക്ക് വരും. ബുദ്ധിയുടെ പിടിവിടുകയും ബോധത്തിന്റെ പിടിയിലാവുകയും ചെയ്യും. ആ സമയത്താണ് നമുക്കിതിനെ
സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ. ഈ സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ശേഷിയെ ആർജിക്കാൻ മനസ്സിന്റെ പല തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒളിമ്പസ് ഇവിടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്നു മനസ്സിന്റെ 6 തലങ്ങൾ. അതിലേറ്റവും പെരിഫറൽ ആയിട്ടുള്ള തലം എന്ന് പറയുന്നത്, നമ്മുടെ IQ നിലകൊള്ളുന്ന തലം എന്ന് പറയുന്നത് ബോധമനസ്സാണ്. ബോധമനസ്സിന്റെ പിടിയിലല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന വെളിയിലുള്ള ഒരു മനസ്സാണ് പ്രകട മനസ്സ്, ആക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് കോൺഷ്യസ്നസ് എങ്ങനെയാണ് പുറം ലോകവുമായിട്ട് ഇടപെടുന്നത്? ആ സമയത്ത് അവിടെ എമർജ് ചെയ്ത് പുറം ലോകവുമായിട്ട് ഇടപെടൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഇടപെടുന്ന ഒരു കോൺഷ്യസ് ലെവലാണ് റെസ്പോൺസീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ശുഭകരമായ രീതിയിൽ ഇടപെടുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന റിസൾട്ട്, ആ റിസൾട്ടിന്റെ ഏരിയ, ആ റിസൾട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങളുമായിട്ട് ഞാൻ ഇടപെടുന്ന സമയത്ത് ആ റിസൾട്ട് നൽകുന്നത് നിങ്ങളാണ്. നിങ്ങളെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്റെ ഒരു ഇന്റേണൽ ഫ്രീക്വൻസി വർക്ക് ചെയ്യണം. എങ്കിലേ നമ്മൾ തമ്മിൽ റെസൊണൻസിലാവും, ഒരു ചേർന്ന താളത്തിൽ നമ്മൾ ഒരുമിച്ച് ചലിക്കാൻ തുടങ്ങുകയും. അപ്പോ എന്റെ ആവശ്യത്തിന്റെ ഒരു താളത്തിനനുസരിച്ച് നിങ്ങളുടെ ദാനം സംഭവിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ മുമ്പിലെത്തും. ആ ഒരു അവസ്ഥയാണ് റെസ്പോൺസീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ബുദ്ധിയുടെ നിയന്ത്രണത്തിലല്ല. ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ ബുദ്ധി മാത്രമേ. ഇനി അകത്തേക്ക് പോയാൽ നമ്മുടെ ഓർമ്മകളിൽ കൂടിയിരിക്കുന്ന ചിത്രങ്ങൾ, ഓർമ്മയിൽ കൂടിയിരിക്കുന്ന യുക്തികൾ, ഓർമ്മയിൽ കൂടിയിരിക്കുന്ന ഭാഷ, ശേഷി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം ഇരിക്കുന്നത് ഉപബോധത്തിൽ. ഉപബോധം നമ്മുടെ നിയന്ത്രണത്തിലാണ്, ഒരിക്കലും അല്ല. അതിന്റെയും അകത്ത് അവബോധ മനസ്സെന്നുള്ള ഒരു തലമുണ്ട്. ഇത് ഒരു തലമല്ല, 2 തലമാണ്. ശിക്ഷിതാവബോധവും സഹജാവബോധവും. ഈ 2 തലങ്ങൾ, ഈ 2 തലങ്ങളും നമ്മുടെ കൺട്രോളിലാണ് അല്ല. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ കൺട്രോളിലാണ് അല്ല. നമ്മുടെ ശേഷികൾ, ജന്മസിദ്ധ ശേഷികൾ അങ്ങനെയാണ് അല്ല. നമ്മുടെ വാസനകൾ നമ്മുടെ കൺട്രോളിലാണ് അല്ല. നമ്മുടെ ചോദനകൾ നമ്മുടെ കൺട്രോളിലാണ് അല്ല. ഇതെല്ലാം ഈ ഓരോ തലങ്ങളിൽ നിൽക്കണം. നമുക്ക് ആകെ നമ്മുടെ കൺട്രോൾ ഉള്ളത് നമ്മുടെ ബോധമനസ്സിൽ മാത്രം. ഇതിനെ എങ്ങനെ ഈ ബോധമനസ്സിൽ മാത്രം കൺട്രോളുള്ള, IQ-ന് മാത്രം സ്വാധീനമുള്ള ഒരിടത്ത് നമ്മൾ എങ്ങനെയാണ് EQ-ന്റെ വേരുകളുള്ള ഈ പറഞ്ഞ വെളിയിലും അകത്തുമായി നിൽക്കുന്ന ഈ 6 തലങ്ങളിൽ നിൽക്കുന്നവയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് കൈകാര്യം ചെയ്യാനുള്ള മാർഗമാണ് നമ്മൾ ഈ ക്യൂ ലൈഫ് എന്ന് പറയുന്ന ക്വാണ്ടം ലൈഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ജീവിത പരിശീലന പദ്ധതിയിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ 1994 ഉണ്ടാക്കി ഞങ്ങളുടെ കമ്മ്യൂണിൽ വന്നു കയറിയ സാമൂഹ്യ പ്രവർത്തകർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ അതിജീവിക്കാനായിട്ട് ഞങ്ങൾ ഓരോ കാലത്ത് കണ്ടെത്തി രൂപപ്പെടുത്തി ഊട്ടിയെടുത്ത ചില കാര്യങ്ങൾ അത് അവതരിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ പുതിയ വെളിയിൽ നിന്നും ഒക്കെ പഠനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ചിലർ പറയും ഇതിന് ഇന്ന പേര് പറയും, ഇത് ഇങ്ങനെയും കൂടെ ഉപയോഗിക്കാന്നൊക്കെ പറയുമ്പോൾ അതും കൂടെ നമ്മൾ എടുക്കും. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കാലങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള 10-30 വർഷത്തോളം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള നമ്മൾ ഇവിടെ ഉപയോഗിച്ച് പരിചയിച്ച ടൂളുകളാണ് ഇതിനുപയോഗിക്കുന്നത്. മനസ്സിന്റെ ഈ 6 തലങ്ങളെയും കൈകാര്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും ഒരാളെ പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്ന കാര്യമേ അല്ല. ഒളിമ്പസിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാമല്ലോ. ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ 1500-ലധികം വീഡിയോസ് ഉണ്ട്. ഓരോ വിഷയത്തെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും തോന്നുന്നു. ആളുകൾക്ക് മനസ്സിലാവുകയില്ല, ആളുകൾക്ക് താല്പര്യമില്ല. ഇവിടെ ഈ സ്ക്രീനിലിരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് ഇത് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് അവരത് പഠിച്ചു കൂടെ പോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല, ഇതിന്റെ ആവശ്യം ഇല്ലെന്നുള്ള രീതിയിൽ നമുക്ക് ഒരാളെയും പഠിപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയും. പകരം അവർക്ക് അനുഭവങ്ങൾ കൊടുത്താൽ, അവർക്ക് ബോധ്യങ്ങൾ കൊടുത്താൽ, ആ ബോധ്യത്തിൽ നിന്നും അവർക്കുണ്ടാകുന്ന പാഠങ്ങൾ അവരുടെ കൂടെ നിൽക്കും. കാരണം അവിടെ അവരെ പഠിപ്പിച്ചത് അവരാണ്, നമ്മളല്ല. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയിൽ നിന്നും അവരുടെ ബുദ്ധിയിലേക്ക് ഒരു ആശയത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവില്ല. വെച്ചാൽ കണ്ടു, നമ്മളൊരു സിനിമ കാണുമ്പോൾ കണ്ട ഒരു കാഴ്ച പോലെ ഒരു കാഴ്ച മാത്രമാണ്. അനുഭവം ഉണ്ടാകുമ്പോഴും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ അല്ല ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കുന്നത്. നമ്മൾ ആദ്യം കേട്ടു, പിന്നെ ഉപയോഗിച്ചു, പരിചയിച്ചു, ശീലിച്ചു, പിന്നെ അത് ശരീരത്തിന്റെ ഭാഷയായിട്ട് മാറി. നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാം, മറ്റു പലതും പറയാം, മറ്റു പല കാര്യങ്ങളിലും ഇടപെടാം. ഈ ഓടിക്കുക എന്നുള്ള പ്രക്രിയ ശരീരം ചെയ്തുകൊള്ളും, നിങ്ങളുടെ ബോധം ചെയ്തുകൊള്ളും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബുദ്ധി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവും. ബോധം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവന് അപകടം ഉണ്ടാവില്ല, അത് ആ വഴിക്കങ്ങ് പൊക്കോളും. അപ്പോ
ബോധം ഉപയോഗിച്ച് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു 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 അവസരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാകും. ഈ അനുഭവങ്ങൾ ഉണ്ടാകാൻ ചില സിമ്പിൾ ആയിട്ടുള്ള ചില ടൂളുകൾ, ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് ചില ചോദ്യങ്ങൾ, ചില ജോലികൾ, ചില ശ്രദ്ധകൾ, ചില ആവർത്തിച്ചുള്ള പറച്ചിലുകൾ, ചില നിരന്തരമായിട്ടുള്ള ഒഴുക്കുകൾ, ചിലത് എഴുതി വെക്കലുകൾ, ഇങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചില ടെക്നിക്സ് വഴി ആണ് നമ്മൾ ഈ ബോധത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. ഇതിന് വളരെ സങ്കീർണമായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള, വളരെ വിപുലമായിട്ടുള്ള പരിശീലനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് സാധനത്തെ എത്തിച്ച് കൊണ്ടുപോകുന്ന 18 ചുവടുകളായിട്ടാണ് നമ്മൾ വൈകാരിക സൗകര്യത്തെ അവതരിപ്പിക്കുന്നത്. അതിലൂടെ പോകുമ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ നൽകുന്ന ചില നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് പാലിക്കുക വഴി ഓരോ ദിവസവും വൈകിട്ട് നമ്മൾ ചില ബോധ്യങ്ങളിലേക്ക് എത്തും. ആ ബോധ്യങ്ങളിൽ എത്തുക മാത്രമല്ല, അത് എഴുതണം, അത് അക്കൗണ്ടബിൾ ആണ്. കാരണം നമ്മളിവിടെ നമ്മുടെ ഗ്രൂപ്പ് വഴി നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എഴുതി പിടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ആണ്. അത് എഴുതി പിടിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ വേണം. നിങ്ങൾ ആ അനുഭവത്തിലൂടെ കടക്കണം. അനുഭവം നിങ്ങളുടേതാണ്, ഞങ്ങളുടേതല്ല. ഞങ്ങൾ തരുന്ന നിർദ്ദേശങ്ങളുടേതല്ല ആ അനുഭവം. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവമാണ്, നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവമാണ്. ആ അനുഭവത്തിലൂടെ നിങ്ങൾ 18 ദിവസം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആകത്തുക കിട്ടും. 1-ാം ക്ലാസ്സിൽ 1 കൊല്ലം പഠിച്ച് വിജയിച്ചു വന്നവരാണ് നമ്മൾ. എല്ലാ ക്ലാസ്സിലും ഓരോ കൊല്ലം പഠിച്ച് വിജയിച്ചവരായതുകൊണ്ട് തന്നെ 1 കൊല്ലം പഠിച്ചാൽ, 1 തവണ പഠിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ബോധ്യമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. എങ്ങനെ ആകുന്നു? ആവില്ല. ആവർത്തിച്ചു പഠിക്കേണ്ടത്, എങ്കിലേ അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഷയാവും. ശരീരത്തിന്റെ ഭാഷയാവണമെങ്കിൽ ആവർത്തിക്കും. അപ്പോ നമ്മൾ ഈ 18 ദിവസം കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ശരീരത്തിൽ പറ്റണം എന്ന് താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 5 തവണ കൂടെ ആവർത്തിക്കുക. 5 തവണ ആവർത്തിക്കുമ്പോൾ അത് 108 ദിവസമാകും. 108 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ പുതിയ കൃത്യമായ വയറിങ്ങുകൾ ഉണ്ടായിട്ട് അവിടെ ഒരു പുതിയ ന്യൂറൽ പാത്വേ സൃഷ്ടിക്കുന്നു. ന്യൂറൽ പാത്വേ എന്ന് വെച്ചാൽ അറിയോ, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് മഴക്കാലത്ത് ഗവൺമെന്റ് സ്കൂളിലെ മറ്റേ 1-ാം ക്ലാസ്സിന്റെ വരാന്തയിൽ നിന്നും മൂത്രപ്പുരയിലേക്ക് പോകുന്ന വഴി മുഴുവൻ പുല്ല് നിറഞ്ഞതായിരിക്കും. അപ്പോൾ ഒരു കുട്ടി മൂത്രമൊഴിക്കാൻ പോയിട്ട് വരും, 2ാമത്തെ കുട്ടി മൂത്രമൊഴിക്കാൻ പോയിട്ട് വരും. ഇങ്ങനെ കുറച്ച് നാള് പോയി വന്നിരിക്കും. അവരെ ഏറ്റവും സുഗമമായ വഴി പോയി വന്നു അവിടെ തെളിഞ്ഞു കിടക്കും. മറ്റുള്ളവരിടത്തും പുല്ല് വളർന്നു കിടക്കും, അവിടെ തെളിഞ്ഞു കിടക്കും. പിന്നെ പോകാനും വരാനും എളുപ്പമായിരിക്കും. ഇതാണ് പാത്വേ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ശരീരത്തിന്റെ വിവിധ വയറിങ്ങുകളിലൊക്കെ തന്നെ ഒരു ക്രമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷമതയുടെ ഒരു പാത്വേ സൃഷ്ടിക്കപ്പെടും. വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ, ആശയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ, വികാരങ്ങളെ പരിവർത്തിപ്പിക്കുന്നതിൽ, വികാരത്തെ ശുഭകരമായിട്ട് തിരിക്കുന്നതിൽ, അതിന് നമ്മൾ ബുദ്ധി ഉപയോഗിക്കാതെ ബോധം കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് വൈകാരിക സൗന്ദര്യം. ഈ വൈകാരിക സൗന്ദര്യം എന്നത് അറിഞ്ഞ് അനുഭവിച്ച് ബോധ്യപ്പെടേണ്ട കാര്യം, അത് തഴക്കം വരേണ്ട കാര്യം. വഴക്കമുള്ളവനെ തഴക്കമുണ്ടാവൂ എന്നത് കൂടെ മനസ്സിലാക്കുക. ഞാൻ അതിന്റെ തിയറികളിലേക്കൊന്നും പോകുന്നില്ല, സംശയമുള്ളവർക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. അപ്പോ ആ വഴക്കമുള്ള ഒരാൾക്ക് തഴക്കമുണ്ടാക്കും. ഇനി വഴക്കമില്ലെങ്കിലും ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനല്ലേ ഒരുവിധം തഴക്കം വരും. നമുക്ക് ദൃഢനിശ്ചയം വേണം. ഞാൻ അതിലൂടെ കടന്നു പോകുമെന്ന്, ഞാൻ അവിടെ എത്തുമെന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുകയും ചെയ്യും. അപ്പൊ അതിനുള്ള പരിശീലനങ്ങളാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിന്റെ, ഇമോഷണൽ ബ്യൂട്ടിയുടെ പരിശീലനം വഴി നൽകുന്നത്. ഈ പരിശീലനത്തിലേക്കുള്ള ആമുഖം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ IQ അല്ല EQ ആണ് നമുക്ക് വേണ്ടത്, ജീവിത വിജയത്തിന് വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ അടിവാചകം. ജീവിത വിജയം എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും ലളിതമായ, ശാന്തമായ, ലൈറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. ജീവിതം സങ്കീർണമാക്കുന്ന, ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒന്നും തന്നെ ജീവിത വിജയമായിട്ടോ ശാന്തമായിട്ടോ കരുതാൻ കഴിയില്ല. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടത് IQ അല്ല. IQ വേണ്ടെന്നല്ല പറഞ്ഞിട്ടോ, IQ അല്ല അതിന് ശാന്തമാക്കുന്നത്, അത് EQ ആണ്, ഇമോഷണൽ കോഷ്യന്റ് ആണ്. അത് നേടാൻ അനുഭവത്തിലൂടെയുള്ള യാത്ര കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിന് ഞങ്ങളുടെ കയ്യിലുള്ള ടൂൾ ഇതാണ്, Q ലൈഫിന്റെ ഇമോഷണൽ ബ്യൂട്ടി എന്ന കോഴ്സ്. അതിൽ പങ്കെടുക്കാൻ നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.